രാജിക്ക് മുൻപ് മോഹൻലാൽ മമ്മൂട്ടിയോട് അഭിപ്രായം തേടി. അമ്മയിൽ ഇനി നടക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചതോടെ അമ്മ സംഘടന നേരിടുന്നത് ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധിയാണ്. സംഘടന രൂപീകരിച്ച ശേഷം ഇതാദ്യമായാണ് ഭരണസമിതിയിൽ ഒരു കൂട്ടരാജി ഉണ്ടാകുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖ് രാജിവെച്ചതിന് പിന്നാലെയാണ് 17 എക്സിക്യൂട്ടീവ് ഒന്നടങ്കം ഒഴിഞ്ഞത്. വലിയ തീരുമാനം എടുക്കും മുൻപ് മോഹൻലാൽ മമ്മൂട്ടിയുമായും ആലോചിച്ചു. രാജിയാണ് നല്ലതെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് തീരുമാനം. മോഹൻലാലിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടായെങ്കിലും രാജിയിൽ അദ്ദേഹം ഉറച്ചുനിന്നു. അഡ്ഹോക്ക് കമ്മിറ്റിക്കായിരിക്കും ഇനി സംഘടനയുടെ താൽക്കാലിക ചുമതല. സംഘടനയുടെ നിയമാവലി പ്രകാരം നിലവിലുള്ള എക്സിക്യൂട്ടീവിലെ അംഗങ്ങൾ തന്നെയാകും അഡ്ഹോക്ക് കമ്മിറ്റിയിലും ഉണ്ടാകുക. എന്നാൽ 2 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ അമ്മ കണ്ടെത്തേണ്ടി വരും. മോഹൻലാൽ ഉൾപ്പെടെ നിലവിലുള്ള ആരും ഇനി ഭാരവാഹിത്വത്തിലേക്ക് വരില്ലെന്നുറപ്പ്. കാലാകാലങ്ങളായി ഉയരുന്ന തലമുറ മാറ്റമെന്ന ആവശ്യമാണ് കൂട്ടരാജിയോടെ അമ്മയിൽ സംഭവിക്കാൻ പോകുന്നത്. പുതുതലമുറ താരങ്ങളും ഒപ്പം കൂടുതൽ സ്ത്രീകളും നേതൃത്വത്തിലേക്ക് എത്താനാണ് ഇനി സാധ്യത. എതിർ സ്വരങ്ങളില്ലാത്ത സംഘടന അല്ലെങ്കിൽ എതിർ സ്വരങ്ങളെ കേൾക്കാത്തവർ എന്ന ചീത്തപ്പേരും സംഘടന പുതിയ തിരഞ്ഞെടുപ്പോടെ മാറ്റിയേക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനമാണ് അമ്മയിൽ കാര്യങ്ങൾ വഷളാക്കിയത്. തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനെ തിരുത്തുമെന്ന നിലപാടെടുക്കുന്നതിന് പകരം പ്രതിരോധിക്കാനായിരുന്നു എക്സിക്യൂട്ടീവ് ശ്രമിച്ചത്. മോശം അനുഭവങ്ങൾ തങ്ങൾക്കുണ്ടായില്ലെന്ന് സ്ത്രീ അംഗങ്ങൾ പരസ്യമായി പറഞ്ഞതോടെ വിമർശനങ്ങൾ ഏറി. നേരത്തെ ലഭിച്ച പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് നടൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയതും സംഘടനയ്ക്ക് ദോഷമായി. കഴിഞ്ഞ ജൂണിലാണ് മോഹൻലാൽ നേതൃത്വം വഹിച്ച അമ്മ പുതിയ ഭരണസമിതിയെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നത്. 25 വർഷത്തിനു ശേഷം ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞതും തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കിയിരുന്നു. മോഹൻലാലിനും ഉണ്ണി മുകുന്ദനും എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലായിരുന്നു. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ മത്സരിച്ചാണ് സിദ്ദീഖ് ജനറൽ സെക്രട്ടറി ആയത്.